ഈ കണ്ണിമാങ്ങ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രണയമാണ്. ഇപ്പൊ പ്രണയം ഉണ്ടല്ലോ അതിനകത്ത്. ആ പാട്ടിൻ്റെ രചന പലരും എൻ്റെ അവകാശത്തെക്കുറിച്ച് പലരും പറയുന്നുണ്ട്, പല ചർച്ചകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ സത്യത്തിൽ ആ സ്റ്റുഡിയോയിൽ വെച്ച് മണിച്ചേട്ടൻ ഈ പാട്ടിൻ്റെ പല്ലവിയും പാടിക്കണം. അന്ന് മണിച്ചേട്ടൻ ഒരു മാരുതിയിൽ വന്നു കഴിഞ്ഞിട്ട് മണിച്ചേട്ടൻ അവിടെ വെച്ച് ഇതിൻ്റെ പല്ലവി പാടി കണ്ണിമങ്ങപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടെ എന്ന്. ബാക്കിയത്തെ ഇല്ല, അതായത് ചരണോ അനുചരണോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല, ഈ പല്ലവി മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു ഈ പാട്ട് നമുക്ക് കാസറ്റയിലേക്ക് എടുക്കാം. സർഗം സ്പീഡ് ഓഡിയോസാണ് വർക്ക് ചെയ്തത്, കബീർക്ക. അപ്പോൾ ഈ പാട്ടിൻ്റെ ബാക്കി എവിടെ ബാക്കി എഴുതി ഉണ്ടാക്കണം, ട്യൂൺ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടൻ ട്യൂൺ പറഞ്ഞു തന്നിട്ട് അറുമുഖം പെങ്കിടിങ്ങ്, തോമസ് തോപ്പിൽക്കുടി, പിന്നെ കോട്ടയം സോമരാജ് ചേട്ടൻ, പിന്നെ ഞങ്ങൾ ഇത്രയും പേര് കൂടി ഇരുന്നിട്ട് അപ്പോൾ വെങ്കിടിങ്ങ് അടുത്തവർ എഴുതി ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എൻ്റെ പുന്നാര്. പിന്നെ അതേ മോഡലിൽ തന്നെ അടുത്തയാൾ പറയുന്നു ഇന്നലെ നീ ഇട്ട മഞ്ഞ ചുരിദാർ. അപ്പം അങ്ങനെ കൂടി ഇരുന്നിട്ടാണ് ബാക്കി ഭാഗം എഴുതിയേക്കണത്. ഈ തോമസ് തോപ്പിൽക്കുടിയൊക്കെ ഇപ്പോഴും ഉണ്ട്, അറുമുഖം ചേട്ടനില്ല, കോട്ടയം സോമരാജില്ല. പക്ഷെ ഇങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടായിരിക്കണം. പക്ഷെ ഇതിൻ്റെ രചന കംപ്ലീറ്റ് ഞാനാന്നൊക്കെ പറഞ്ഞ് പലരും വരുന്നുണ്ട്.